കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ അഥവാ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വലിയ വിജയത്തിന് ശേഷമുണ്ടായ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം എന്നുള്ളത് CPM തുടക്കം കുറിച്ച ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു UDFനുള്ള ജമാഅത്ത് ഇസ്ലാമി, SDPI എന്നീ സംഘടനകളുടെ പിന്തുണ എന്നുള്ളത്. UDF വലിയ വിജയം നേടിയ ഈ തെരഞ്ഞെടുപ്പിലെ മറ്റു വയനാട്ടിലെ അടക്കമുള്ള വിജയങ്ങൾ ജമാഅത്ത്, SDPI പിന്തുണയോടുകൂടിയാണ് എന്നും മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ UDFനെ പിന്തുണച്ചത് കൊണ്ടാണ്, UDF അവരുമായി കൂട്ടുകൂടിയത് കൊണ്ടാണ് ഇത്രയും വലിയ വിജയങ്ങൾ ഉണ്ടായത് എന്നുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ CPM ഉന്നയിക്കുകയും അത് അവരുടെ പ്രധാന പ്രചരണ ആയുധമായി ഉപയോഗിക്കുകയും അതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് കരസ്ഥമാക്കാം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് CPM കടന്നു ചെല്ലുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞുള്ള ഇപ്പോഴൊരു സാഹചര്യം എന്നുള്ളത് ഇന്ന് CMP UDFിലെ ഒരു ഘടകകക്ഷിയായ CMPയുടെ പ്രധാനപ്പെട്ട നേതാവായ CP ജോണിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം നമുക്ക് ആദ്യം കണ്ടു നോക്കാം. റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. CP ജോൺ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം കണ്ടു നോക്കാം, തുടർന്ന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും അനുകൂലിച്ച് CP ജോൺ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. RSSനെ എതിർക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കേണ്ടതില്ല. വർഗീയതയായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും കൂടെ നിൽക്കണമെന്നും CP ജോൺ പറഞ്ഞു. അർജുൻ കല്യാൺ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാൺ, ഇതെന്താണ് ഇങ്ങനെയൊരു പ്രതികരണം CP ജോണിൽ നിന്ന്? സുജിയ, അത് തന്നെയാണ്, ഒരു വിചിത്രമായ പ്രതികരണമാണ് CMPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള UDFിലെ ഒരു ഘടകകക്ഷി നേതാവ് കൂടിയായിട്ടുള്ള CP ജോണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. RSSനെ എതിർക്കുന്നത് പോലെ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ് CP ജോണിന്റെ പ്രതികരണമായി വന്നത്. UDFിന്റെ നേതാക്കളെല്ലാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDPIയുടെ വോട്ട് UDFിന് ലഭിച്ച് എന്നുള്ള രീതിയിലുള്ള ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPIയെയും പരസ്യമായി അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും അല്ലെങ്കിൽ എതിർത്തുകൊണ്ടും UDFിലെ നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു അത് കൂടുതൽ പ്രകടമായ രീതിയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതിനിടയിലാണ്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് അതിന് പിന്നാലെ തന്നെയാണ് CP ജോണിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാവുന്നത്. RSS ഒരു ഭൂരിപക്ഷ വർഗീയതയാണ്. ആ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നത് പോലെ ഒരു കാലത്തും ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കേണ്ടതില്ല. അതായത് ഭൂരിപക്ഷ വർഗീയതയുടെ ഇരകളാണ് ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷത്തോടൊപ്പമാണ് എല്ലാ കാലത്തും നിൽക്കേണ്ടത്. അത് വർഗീയതയായാലും അവരെ ഉൾപ്പെടെ കൂടെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഉൾപ്പെടെ പിന്തുണ തേടിക്കൊണ്ടായിരിക്കണം ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതാണ് CP ജോണിന്റെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും അത് പൊതുവായി UDFിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു പൊതു നിലപാടിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ്. ഇക്കാര്യം UDFിൽ ഉൾപ്പെടെ പറയുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ UDFിൽ ഉൾപ്പെടെ പറയും. ഒരു കാലത്തും ഈ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നത് പോലെ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കേണ്ടതില്ല. അത് SDPI ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളായാലും അത്തരത്തിൽ എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ് CP ജോൺ പറയുന്നത്. അതോടൊപ്പം തന്നെ BDJS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളെ കൂടെ കൂട്ടേണ്ടതുണ്ട്. അവരും ന്യൂനപക്ഷ സംഘടനകളാണ്. അപ്പോൾ അവരെ ഉൾപ്പെടെ ഈ ഭൂരിപക്ഷ വർഗീയതയിൽ നിന്നും മാറ്റി UDFിനോട് അനുകൂലമാക്കി അല്ലെങ്കിൽ UDFിനോടൊപ്പം നിർത്തേണ്ടുന്ന അനിവാര്യത കൂടി ഈ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് CP ജോൺ പറഞ്ഞത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഒന്ന് കേൾക്കാം. അർജുൻ, അപ്പൊ ന്യൂനപക്ഷ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ വ്യത്യസ്തമായി കാണണം. അവരെവിടെയെങ്കിലും കുഴപ്പം ഈ കാര്യങ്ങളാണ് CP ജോൺ പറഞ്ഞ കാര്യങ്ങളായിട്ട് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിന് ശേഷം വലിയ രീതിയിലുള്ള SDPIയെയും പ്രത്യേകിച്ചും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് CPM വളരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് UDFിന് നേരെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പാലക്കാടുണ്ടായ പ്രത്യേക സാഹചര്യം എന്നുള്ളത് SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം പരസ്യമായി
അവിടെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ച് ഒരു പ്രകടനം നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ ഒരു വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയതും അതോടൊപ്പം തന്നെ അവിടെ സ്ക്വാഡ് വർക്കുകൾ ചെയ്ത ആളുകൾ, അതായത് SDPയുടെ പ്രവർത്തകരും നേതാക്കളോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് പോകുന്നതിന്റെയും ഫോട്ടോസും ഒക്കെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ UDFുമായി വളരെ സൗഹാർദ്ദപരമായ നിലപാടാണ് പാലക്കാട് മണ്ഡലത്തിൽ SDPയും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയും സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനങ്ങൾ ആ ഒരു തെരഞ്ഞെടുപ്പിൽ അവരുടേതായ റോൾ കൃത്യമായിട്ട് വഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. അതിനുശേഷമാണ് ഈ ഒരു വളരെ വലിയ രീതിയിലുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിനടക്കം പിന്നിൽ ഇവരാണെന്നുള്ള രീതിയിലുള്ള ഒരു വളരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പ്രചരണങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. CPMന്റെ നേതാക്കൾ തന്നെ അത്തരത്തിലാണ് പ്രതികരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് CP ജോൺ എന്ന UDFിലെ ഒരു ഘടകകക്ഷിയുടെ നേതാവ് തന്നെ ഇപ്പോൾ പരസ്യമായിട്ട് ഈ സംഘടനകളെ കൂടി തങ്ങളുടെ കൂടെ കൂട്ടിയുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അവർ CP ജോൺ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നുള്ളത് ഈ ഒരു കാര്യം തങ്ങൾ UDFന്റെ യോഗത്തിൽ കൂടി ആവശ്യപ്പെടുമെന്നാണ്. അതായത് തങ്ങളുടെ നിലപാട് ഇത്തരത്തിൽ ആണ് എന്നുള്ള നിലപാട് അദ്ദേഹം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുകയും ആ കാര്യം ഇനി വരാൻ പോകുന്ന UDF യോഗങ്ങളിൽ തങ്ങൾ കൃത്യമായിട്ട് പറയുമെന്നുമാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ SDPIയുടെയും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണയുടെ പേരിൽ UDFനെ കടന്നാക്രമിച്ചിട്ടുള്ള LDFന്റെ സമീപനം ഉണ്ടായപ്പോൾ UDF അതിനെ പ്രതിരോധിച്ചിരുന്നത് തങ്ങൾ വോട്ട് വാങ്ങിയിട്ടില്ല, തങ്ങൾ അത്തരത്തിൽ അവരുടെ പിന്തുണ തേടിയിട്ടില്ല, ഇങ്ങനെയുള്ള രീതിയിലായിരുന്നു. പക്ഷേ കാലക്രമേണ അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. UDFിലെ ഘടകകക്ഷികൾ തന്നെ അത്തരം ഒരു അനുകൂലപരമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അതായത് വരും നാളുകളിൽ കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് SDPIയെ പോലെയുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടന UDFന്റെ കൂടെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ CP ജോണിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്നുള്ളത് ഇത് അദ്ദേഹത്തിന്റെ നിലപാടാണ്, അവരുടെ പാർട്ടിയുടെ നിലപാടും ഇതാണ്. UDFിലെ ഒരു ഘടകകക്ഷിയാണ്, ഇത്രയും കാലം UDFന്റെ കൂടെ തന്നെയായിരുന്നു CMP എന്നുള്ള പാർട്ടിയും അതോടൊപ്പം തന്നെ ഈ കക്ഷികളും. അതുകൊണ്ട് തന്നെ നിലവിൽ UDFിലെ കക്ഷികൾക്കിടയിൽ തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങളെ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദലിത് പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ തങ്ങളുടെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തണം എന്നുള്ള നിലപാട് UDFിലുള്ള പാർട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം രാജ്യത്തിന്റെ നിലവിലുള്ള സാമൂഹിക പരിസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങൾ തങ്ങളെ പിന്തുണച്ചാൽ അതിലുണ്ടാകുന്ന തങ്ങൾക്കുണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടം കൂടി അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ കക്ഷികൾ കൃത്യമായിട്ട് UDFന് പിന്തുണ നൽകിയിരുന്നു. അതിനുശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സാഹചര്യത്തിൽ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി അവിടെ ഏറ്റവും ജയസാധ്യതയുള്ള UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ ക്യാമ്പയിൻ നടത്തിയിരുന്നു SDPI അടക്കമുള്ള കക്ഷികൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരം ഒരു നിലപാടിലേക്ക് CP ജോണിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ പോകുന്നത് കൊണ്ട് തന്നെ വരും കാല കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. നേരത്തെ പറഞ്ഞിട്ട് പോലെയുള്ള CPM ഒരു ഭാഗത്ത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു, അത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് മുമ്പോട്ട് പോകുന്നു, വലിയ രീതിയിലുള്ള അത്തരം പ്രസ്താവനകൾ നടത്തുന്നു, അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. എങ്കിൽ പോലും അവർ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംഘടിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തങ്ങളുടെ രാഷ്ട്രീയ ക്യാമ്പയിനാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ CP ജോണിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു കമന്റ്, ഇത്തരം ഒരു പ്രസ്താവനകളെ വിലയിരുത്തേണ്ടത്. ഏതായാലും ആത്യന്തികമായിട്ട് UDFന്റെ വരും തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജികളിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ CP ജോണിന്റെ ഈ പ്രസ്താവനയും അതിനെ തുടർന്നുണ്ടാവുക
മറ്റു ചർച്ചകളും കൂടി ഉണ്ടായിട്ടുള്ളത് അത്യധികമായിട്ട് UDF ചില തീരുമാനങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നുള്ളത്.